Hello friends, welcome back to Star Live Tech. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ മിഡ് റേഞ്ച് സീരീസിൽ വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് ഗാലക്സി A41. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പുറത്തെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.1 ഇഞ്ച് ഫുൾ HD പ്ലസ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ ലഭിക്കുന്നത്. ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് 85.9% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിവൈസ് വരുന്നത്. അതുപോലെ തന്നെ 431 പിക്സൽ പെർ ഇഞ്ച് ഡെൻസിറ്റി ആണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. ഈ ഒരു ഡിവൈസിൻ്റെ ഓവറോൾ ബോഡി വെയിറ്റ് വരുന്നത് 152 ഗ്രാംസ് ആണ്. ബിൽഡ് ക്വാളിറ്റിയെ കുറിച്ച് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയും പ്ലാസ്റ്റിക് ഫ്രെയിമുമാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഗാലക്സി A41 എന്ന ഡിവൈസിൻ്റെ ഡിസ്പ്ലേ സെഗ്മെൻറ്റ്. ഇനി നമ്മൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് മീഡിയാടെക്കിൻ്റെ HELIO P65 എന്ന ചിപ്സെറ്റാണ് ഈ ഒരു ഡിവൈസിൽ വരുന്നത്. Android 10 ബേസിലാണ് ഈ ഒരു ഡിവൈസ് റൺ ചെയ്യുന്നത്. One UI 2 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ യൂസർ ഇൻ്റർഫേസ്. അതുപോലെ തന്നെ Mali G5 to MC2 ആണ് ഈ ഒരു ഡിവൈസിൻ്റെ GPU. ഈ ഒരു സ്മാർട്ട് ഫോൺ ആകെ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്. 4GB RAM ആൻഡ് 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 2 SIM കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു SD കാർഡ് സെപ്പറേറ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്യാമറ സെഗ്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പ്രൈമറി സെൻസർ 48 MP ആണ്. f2.0 അപ്പർച്ചർ വരുന്നത്. പിന്നെ ഒരു 8 MP അൾട്രാ വൈഡ് ലെൻസ് ഉണ്ട്. അതിൽ നമുക്ക് 123 ഡിഗ്രി വരെ ഫീൽഡ് വ്യൂ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു 5 MP ഡെപ്ത് സെൻസറും കാണാം. അതോടൊപ്പം ഒരു LED ഫ്ലാഷും റിയർ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് 25 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. f2.2 ആണ് അപ്പർച്ചർ വരുന്നത്. വാട്ടർ ഡ്രോപ്പ് നോച്ചിൻ്റെ അകത്താണ് നമുക്ക് സെൽഫി ക്യാമറ വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു ഡിവൈസിൻ്റെ ബാറ്ററിയെ കുറിച്ച് നോക്കുമ്പോൾ 3500 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. ഒപ്പം 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഈ ഒരു ഡിവൈസിൽ അവൈലബിൾ ആണ്. USB Type-C പോർട്ടാണ് ഇതിൽ വരുന്നത്. ഒപ്പം 3.5mm ഓഡിയോ ജാക്കും വരുന്നുണ്ട്. പിന്നെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസിൽ നമുക്ക് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറും അവൈലബിൾ ആണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് പ്രിസം ക്രഷ് ബ്ലാക്ക്, പ്രിസം ക്രഷ് സിൽവർ, പ്രിസം ക്രഷ് ബ്ലൂ ആൻഡ് പ്രിസം ക്രഷ് റെഡ് എന്നീ 4 കളേഴ്സിലാണ് വരുന്നത്. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൻ്റെ സാർ വാല്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 0.59 വാട്ട്സ് പെർ കിലോഗ്രാം ആണ് ഹെഡ് സാർ വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ ഓവറോൾ ബോഡി സാർ വാല്യൂ വരുന്നത് 1.5 വാട്ട്സ് പെർ കിലോഗ്രാം ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ഗാലക്സി A41 എന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ്. നമ്മൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം തിരക്കില്ലാത്തൊരു നല്ല ഡിസ്പ്ലേ ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി അത്ര മികച്ചതൊന്നുമല്ല, കാരണം പ്ലാസ്റ്റിക് ബോഡിയും ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു പെർഫോമൻസും ക്യാമറ സെറ്റപ്പും ഈ ഒരു ഡിവൈസിൽ വരുന്നുണ്ട്. പക്ഷേ ബാറ്ററി അത്ര മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് അല്ല വരുന്നത്. അതോടൊപ്പം ഒരു നോർമൽ ഒരു ഫാസ്റ്റ് ചാർജിങ്ങുമാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസിങ്ങും അതുപോലെ തന്നെ ലോഞ്ചിങ് ഡേറ്റിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ ആകെ ഒരു വേരിയൻ്റ് ആണ് വരുന്നത്. 4GB RAM ആൻഡ് 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ്. ആൻഡ് ഈ ഒരു വേരിയൻറ്റിന് പ്രൈസ് വരുന്നത് 22,990 രൂപയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസ് ഈ മാസം, അതായത് ജൂൺ 26 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഡിവൈസ് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ്. സോ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.